Hello, in this section we are discussing about the world distribution of plains. Plains, a low-lying, relatively flat or slightly rolling land surface with very gentle slope and minimum local relief is called plain. Landforms തന്നെ പ്ലെയിൻസിന് ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട്. പ്ലെയിൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള ലോ ലൈങ് ആയിട്ടുള്ള ലെവൽ ലാൻഡ്സിനെയാണ് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ലോപ്പ് വളരെ ജെന്റിലായിരിക്കും. റിലീഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ സർഫേസ് എന്ന് പറയുന്നത് ജെന്റ്ലി റോളിങ്ങോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ആയിരിക്കും. വേൾഡിലെ മേജർ പ്ലെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വെസ്റ്റ് സൈബീരിയൻ പ്ലെയിൻസ്. It is one of the world's largest region of continuous flatland located in central Russia. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടൊരു കണ്ടിന്യൂസ് ഫ്ലാറ്റ് ലാൻഡ് ആണ് വെസ്റ്റ് സൈബീരിയൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ റഷ്യയിലാണ്. ഇറ്റ് occupies an area of nearly 30 lakh square kilometer between the Ural Mountains in the west and the Yangtze River Valley in the east. വെസ്റ്റ് സൈബീരിയൻ പ്ലെയിൻസ് കവർ ചെയ്യുന്നത് 30 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ്. സ്ഥിതി ചെയ്യുന്നത് ഉറാൽ മൗണ്ടൻസിനും യാങ്സി റിവർ വാലിക്കും ഇടയിലാണ്. On the north, it is bounded by the Kara Sea and the south by the Turgay Plateau, Cossack Uplands and the Altai Mountains. നോർത്തിൽ കരാസിയും സൗത്തിലായിട്ട് ടോർഗേ പ്ലേറ്റും കെസാക് അപ്ലാൻഡ്സും അറ്റ്ലൈ മൗണ്ടൻസും സ്ഥിതി ചെയ്യുന്നു. The plain is drained by Ob, Itrish and Yangtze rivers and the tributaries. വെസ്റ്റ് സൈബീരിയൻ പ്ലെയിൻസിൽ കൂടെ പ്രധാനമായും ഒഴുകുന്ന നദികൾ ഒബും എർട്ടിസും അതുപോലെ യാങ്സി റിവറുമാണ്. It is a region of the earth crust that has been undergone prolonged subsidence and is composed of horizontal deposits from as much as 65 million years ago. ഈ ഒരു പ്ലെയിൻ പ്രധാനമായിട്ടും ഫോം ചെയ്തത് സബ്സിഡൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ടാണ്. പ്രധാനമായും ഇതിൽ ഹൊറിസോണ്ടൽ ഡെപ്പോസിറ്റ്സ് 65 മില്യൺ ഇയേഴ്സിന് മുമ്പുള്ള ഡെപ്പോസിറ്റ്സ് ആണ് കണ്ടുവരുന്നത്. Parts of the lowland are underlined by an extensive oil field that also has large natural gas deposits. വെസ്റ്റ് സൈബീരിയൻ പ്ലെയിൻസിൽ തന്നെ ഓയിൽ ഫീൽഡ് ഡെപ്പോസിറ്റ്സും ഒപ്പം തന്നെ നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റ്സും ധാരാളമായി കണ്ടുവരുന്നുണ്ട്. Manchurian plain. It is otherwise called Northeast Plain or Dzungaria Plain and is the heart of the central lowland of northeastern China. നോർത്ത് ഈസ്റ്റേൺ ചൈനയുടെ ഹാർട്ട് എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് നോർത്ത് ഈസ്റ്റേൺ പ്ലെയിൻ അല്ലെങ്കിൽ മഞ്ചൂരിയൻ പ്ലെയിൻ അല്ലെങ്കിൽ സുങ്ലിയോ പ്ലെയിൻ. ഇറ്റ് ഹാസ് എ സർഫേസ് ഏരിയ ഓഫ് 3,50,000 സ്ക്വയർ കിലോമീറ്റർ, all of which lies below 300 meter above the sea level. ഇതിന്റെ മാക്സിമം ഹൈറ്റ് വരുന്നത് 300 മീറ്റർ ആണ് സീ ലെവലിൽ നിന്നും. ഇത് കവർ ചെയ്യുന്നത് 3,50,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. The plain, largely the product of erosion from the surrounding highlands, is mostly undulating with fertile black soil. ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്തിട്ടുള്ളത് ചുറ്റുമുള്ള ഹൈലാൻഡ്സിൽ നിന്നുള്ള കണ്ടിന്യൂസ് ഇറോഷൻ സംഭവിച്ചതിന്റെ ഫലമായിട്ടാണ്. മാത്രമല്ല വളരെ റിച്ച് ആയിട്ടുള്ള ബ്ലാക്ക് സോയിലാണ് ഇവിടെ കണ്ടുവരുന്നത്. It is bordered on the west by Da-Hinchen Range and north by the Zhou-Hinchen Range and on the east by the Changbai Ranges, but on the south it is open to the Gulf of Lidong. സൗത്ത് പോയിട്ട് ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും മൗണ്ടൻ റേഞ്ചസ് ആണ് മഞ്ചൂരിയൻ പ്ലെയിൻസിനെ കവർ ചെയ്യുന്നത്. ഡാഹിഞ്ചൻ റേഞ്ചും സിയോഹിഞ്ചൻ റേഞ്ചും ചാങ്ബായ് റേഞ്ചസും കവർ ചെയ്യുന്നു. സൗത്തിൽ വരുമ്പോൾ ഗൾഫ് ഓഫ് ലിഡോങ് ആണ് മഞ്ചൂരിയൻ പ്ലെയിൻസിനെ കവർ ചെയ്ത് കാണപ്പെടുന്നത്. It is drained by the Dzungaria river and its tributary, the Nen river in the north and by the Liao river in the south. മഞ്ചൂരിയൻ പ്ലെയിൻസിൽ കൂടുതൽ ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് സുങ്കാരി റിവറും ഒപ്പം നെൻ റിവറും ലിയോ റിവറുമാണ്. The northeastern plain in China is a major soybean growing area and it is also produce maize, rice, wheat, sorghum, sugar beet and flax. ചൈനയിലെ തന്നെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടൊരു ലാൻഡാണ് മഞ്ചൂരിയൻ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കണ്ടുവരുന്ന വിളകളെന്ന് പറയുന്നത് സോയാബീനും മെയ്സും റൈസും വീറ്റും സോർഗും ഷുഗർ ബീറ്റ്സും ഫ്ലാക്സും തുടങ്ങിയവയാണ്. ചൈനയിലെ തന്നെ നോർത്ത് കൊറിയയുടെ ഒക്കെ ഭാഗത്താണ് മഞ്ചൂരിയൻ പ്ലെയിൻ കണ്ടുവരുന്നത്. മഞ്ചൂരിയൻ പ്ലെയിൻ്റെ ഒരു റിയൽ ഫോട്ടോഗ്രാഫാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. Indo-Gangetic plains, it is otherwise called the North Indian Plain, and it is an extensive north-central section of the Indian subcontinent stretching westward from the combined delta of Brahmaputra River Valley and the Ganges River to the Indus River Valley. Indo-Gangetic plains, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്നറിയപ്പെടുന്നു. ഇത് പ്രധാനമായി കണ്ടുവരുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ നോർത്ത് സെൻട്രൽ പോർഷനിലാണ്. ഇതിന്റെ സ്ട്രെച്ച് എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിലാണ്. ബ്രഹ്മപുത്ര റിവർ വാലിയും അതുപോലെ തന്നെ ഗംഗാ നദിയുടെ ഡെൽറ്റയും കൂടെ കമ്പൈൻ ചെയ്തത്
ഒരു വശത്തും ഇൻഡസ് റിവർ വാലി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന ഒരു പ്ലെയിൻ ആണ് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്. The region contains the subcontinent's richest and most densely populated areas. ഇന്ത്യൻ സബ്കോണ്ടിനെന്റിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റും ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ് എന്ന് പറയുന്നത്. The greater part of the plain is made up of alluvial soil deposited by the three main rivers and their tributaries. ഈ ഒരു പ്ലെയിനിൽ പ്രധാനമായി കണ്ടുവരുന്നത് അലൂവിയൽ സോയിൽ ആണ്. ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ബ്രഹ്മപുത്ര, ഗംഗ, ഇൻഡസ്, അതൊപ്പം തന്നെ അതിന്റെ ട്രിബ്യൂട്ടറീസും ചേർന്നിട്ടാണ്. The eastern part of the plain has light rains or drought in the winter, but in the summer rainfall is so heavy that most areas become swamp or shallow lakes. പ്ലെയിനിന്റെ ഈസ്റ്റേൺ ഭാഗം എന്ന് പറയുന്നത് വിന്ററിൽ വളരെയധികം ഡ്രൗട്ട് ഉള്ള ഒരു ഏരിയ ആണ്. ചിലപ്പോൾ വളരെ കുറച്ച് മഴ അവിടെ ലഭിക്കാറുണ്ട്. പക്ഷേ സമ്മർ റെയിൻഫോൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സമ്മർ ആകുമ്പോൾ ഈ ഭാഗങ്ങൾ സ്വാമ്പായിട്ടോ ഷാലോ ലേക്കായിട്ടോ മാറാറുണ്ട്. The plain becomes progressively dry towards the west where it incorporates the Great Indian Desert. ഈ ഒരു പ്ലെയിൻ്റെ വെസ്റ്റേൺ ഭാഗം എത്തുമ്പോൾ അത് ഡ്രയർ ആയിട്ട് കാണപ്പെടാറുണ്ട്. കാരണം തൊട്ടടുത്ത് അത് സറൗണ്ട് ചെയ്ത് വരുന്നത് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ താർ ഡെസേർട്ട് ആണ്. അതുകൊണ്ട് ആ ഒരു ഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടാണ് കാണപ്പെടുന്നത്. And this is the Indo-Gangetic plain. നമുക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ഇത് അതിൻ്റെ സാറ്റലൈറ്റ് ഇമേജ് ആണ്, ഇത് അതിൻ്റെ റിയൽ ഇമേജ് ആണ്. Great Plains of China. It is otherwise called Northern China Plain or Yellow Plain or Huanghui High Plain or Great Plains of China, and it is the largest alluvial plain of northern China, built up along the shore of Yellow Sea by the deposits of Yellow River, Hui, Hai, and a few minor rivers of northern China. യെല്ലോ സീയുടെ തീരങ്ങളിൽ കണ്ടുവരുന്ന ലാർജസ്റ്റ് അലുവിയൽ പ്ലെയിൻ ആണ് നോർത്തേൺ ചൈന പ്ലെയിൻ അല്ലെങ്കിൽ യെല്ലോ പ്ലെയിൻ അല്ലെങ്കിൽ ഹുവാങ് ഹോയ് ഹൈ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് യെല്ലോ റിവർ അല്ലെങ്കിൽ ഹുവാങ് ഹേയും ഹൂയും അതുപോലെ ഹൈ റിവേഴ്സും മറ്റു മൈനർ റിവേഴ്സുമാണ്. covering an area of about 4,09,500 square kilometers, most of which is 50 meters above the sea level. It is one of the most densely populated areas in the world. വേൾഡിലെ തന്നെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ചൈന എന്ന് പറയുന്നത്. കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 4,09,500 സ്ക്വയർ കിലോമീറ്റർ ആണ്. മാത്രമല്ല ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് 50 മീറ്ററിന് മുകളിലാണ്. The plain is bordered on the north by the Yang Mountains, on the west by the Taihang Mountains and the Henan Highlands, and on the southwest by the Tonbai and Dabi Mountains. ഈ പ്ലെയിൻ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് യാങ് മൗണ്ടൻസും തൻഹായ് മൗണ്ടൻസും ഹെനൻ ഹൈലൻഡ്സും ഒപ്പം തന്നെ തോങ്ബായ് ഡാബി മൗണ്ടൻസുമാണ്. The chief crops produced here include wheat, cotton, sesame seed, groundnuts, tobacco, etc. And sea salt is sun-dried along the coast. പ്രധാനമായിട്ടും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ എന്ന് പറയുന്നത് വീറ്റും കോട്ടനും പീനട്ട്സും അതായത് ഗ്രൗണ്ട്നട്ട്സും സീസമും ടുബാക്കോ തുടങ്ങിയവയാണ്. മാത്രമല്ല തീരദേശങ്ങളിൽ സീ സാൾട്ട് ഡ്രൈ ചെയ്തും എടുക്കാറുണ്ട്. Mesopotamian plains. It is a Greek word meaning between the rivers, referring to the land between the Tigris and Euphrates river. മെസ്സപ്പൊട്ടാമിയ എന്ന വേർഡിന് അർത്ഥം എന്ന് പറയുന്നത് നദികളുടെ ഇടയ്ക്കുള്ള പ്രദേശം എന്നാണ്. മെസ്സപ്പൊട്ടാമിയ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന നദികൾ എന്ന് പറയുന്നത് യൂഫ്രട്ടീസും ടൈഗ്രിസുമാണ്. The region can be broadly defined to include the area that is now eastern Syria, southeastern Turkey and most of the Iraq. ഇന്നത്തെ കാലത്ത് മെസ്സപ്പൊട്ടാമിയ സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലും ടർക്കിയിലും അതുപോലെ തന്നെ ഈസ്റ്റേൺ സിറിയയുടെ ഭാഗങ്ങളുമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിവിലൈസേഷൻ ഡെവലപ്പായ പ്രദേശം കൂടിയാണ് മെസ്സപ്പൊട്ടാമിയൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. Kyrgyz or Kazakh steppe. It is a vast region of open grassland in the northern Kazakhstan and extending to Russia. Prior to the mid-19th century, it was known as the Kyrgyz steppe, from the old name for the Kazakhs. 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ് ഈ ഒരു പ്രദേശം കിർഗിസ് സ്റ്റെപ്പി എന്നറിയപ്പെടാൻ കാരണം. ഈ ഒരു പേര് അതിന് ഡിറൈവ് ചെയ്തിരുന്നത് കസാക്ക് എന്ന വേർഡിൽ നിന്നാണ്. അതിനു മുമ്പ് വരെ അത് കസാക്ക് സ്റ്റെപ്പി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു പ്രദേശം എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നത് നോർത്തേൺ കസാക്കിസ്ഥാൻ തൊട്ട് റഷ്യ വരെയാണ്. The region has a semi-arid continental climate. കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന വളരെ സെമി-arid ആയിട്ടൊരു റീജിയനാണ് കസാക്ക് സ്റ്റെപ്പി.
It is one of the largest dry steppe region on the planet, covering approximately 8,04,500 square kilometers and extending more than 2,200 kilometers from the north of the Caspian Sea coast to the Altai Mountains. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡ്രൈ സ്റ്റെപ്പി റീജിയനാണ് കിർഗിസ് സ്റ്റെപ്പി എന്ന് പറയുന്നത്. ഇത് കവർ ചെയ്യുന്നത് 8,04,500 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2,200 കിലോമീറ്റർ ആണ്. കാസ്പിയൻ സീ മുതൽ അൽട്ടായ് മൗണ്ടൻ വരെയാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. Tarim Basin, it is a Chinese depression drained by the Tarim River in the Uyghur Autonomous region of the Xinjiang, Western China. വെസ്റ്റേൺ ചൈനയിലെ സിയാൻജാൻ പ്രവിശ്യയിൽ കണ്ടുവരുന്ന ഒരു ഡിപ്രഷനാണ് താരിം ബേസിൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഡ്രെയിൻ ചെയ്തിരിക്കുന്നത് താരിം റിവർ ആണ്. It covers about 9,06,500 square kilometers and is enclosed by the Tian Shan to the north, the Pamir to the west, the Kunlun Mountains to the south, and Alton Mountains to the east. ഇത് പ്രധാനമായും കവർ ചെയ്യുന്നത് 9,06,500 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ്. ഇത് എൻക്ലോസ് ചെയ്ത് കണ്ടുവരുന്നത് നോർത്തിലെ ടിയാൻഷാൻ മൗണ്ടൻസും വെസ്റ്റിലെ പാമീർ നോട്ടും സൗത്തിലെ കുൻലുൻ മൗണ്ടൻസും ഈസ്റ്റിലെ ആൽട്ടൺ മൗണ്ടൻസുമാണ്. In the center of the basin is the Taklamakan Desert. താരിം ബേസിൻ്റെ നടുക്ക് സെൻട്രൽ പോർഷനിലായിട്ടാണ് തക്ലാമക്കാൻ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. Dzungaria or Junggar Basin. It is located between the Mongolian Altai Mountains on the Sino-Mongolian border to the north and Borohoro and Eren-Habirga Mountains to the south. ബോറോഹോറോ എറൻ ഹർബിഗ മൗണ്ടൻസിനും മംഗോളിയൻ അൽട്ടായ് മൗണ്ടൻസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബേസിനാണ് ജംഗാരിയ ബേസിൻ എന്ന് പറയുന്നത്. പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് സിനോ മംഗോളിയൻ ബോർഡറിലാണ്. The whole depression lies between 500 and 1,000 meters above the sea level. ഇതിൻ്റെ ഹൈറ്റ് വേരി ചെയ്യുന്നത് 500 മുതൽ 1000 മീറ്റർ വരെയാണ് സീ ലെവലിന് മുകളിൽ. The area is very dry and receives only 6 to 12 inches of precipitation annually. ഈ ഒരു ബേസിൻ ഏരിയ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആണ്. മാത്രമല്ല വർഷത്തിൽ 6 തൊട്ട് 12 ഇഞ്ച് മഴ മാത്രമേ അവിടെ ലഭിക്കുന്നുള്ളൂ. Sichuan Basin. It comprises the greater part of the eastern Sichuan province and the western portion of the southwestern China. Southwestern Chinaയുടെ വെസ്റ്റേൺ പോർഷനും അതുപോലെ തന്നെ സിച്ചുവാൻ പ്രോവിൻസിൻ്റെ ഈസ്റ്റേൺ പാർട്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരു ഏരിയ ആണ് സിച്ചുവാൻ ബേസിൻ. It is surrounded by the highlands of Plateau of Tibet on the west. Tibetan Plateau സിച്ചുവാൻ ബേസിൻ്റെ വെസ്റ്റിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. The basin covers an area of 2,29,500 square kilometers of red brick sandstone deeply dissected in the south by the Yangtze River and is centered by the 3 of its tributaries. ഈ ഒരു ഏരിയ പ്രധാനമായും കവർ ചെയ്യുന്നത് 2,29,500 സ്ക്വയർ കിലോമീറ്റർ ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് റെഡ് ബ്രിക്ക് സാൻഡ്സ്റ്റോൺ ആണ്. ഇതിൽ കൂടെ ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് യാങ്സി റിവറും അതിൻ്റെ 3 ട്രിബ്യൂട്ടറീസുമാണ്. ആൻഡ് ദിസ് ബേസിൻ ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ്. Kanto Plain, also known as Kanto-Heiau Plain, is the most extensive lowland in Japan, located in the central Honshu facing the Pacific Ocean. ജപ്പാനിലെ സെൻട്രൽ ഹോർഷൂ പ്രവിശ്യയിൽ കണ്ടുവരുന്ന പ്ലെയിൻ ആണ് കാൻറ്റോ പ്ലെയിൻ എന്ന് പറയുന്നത്. പസഫിക് ഓഷന് അഭിമുഖമായിട്ടാണ് ഈ ഒരു പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. It covers an area of 16,172 square kilometers and it contains the capital city Tokyo and constitutes the most productive and populous area of the country. ഈ ഒരു പ്ലെയിൻ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 16,172 സ്ക്വയർ കിലോമീറ്റർ ആണ്. ടോക്കിയോ, അതായത് ജപ്പാന്റെ ക്യാപിറ്റൽ സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു കാൻറ്റോ പ്ലെയിനിലാണ്. ജപ്പാനിലെ തന്നെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും പോപ്പുലസുമായിട്ടുള്ള ഏരിയയാണ് കാൻറ്റോ പ്ലെയിൻ എന്ന് പറയുന്നത്. ദ പ്ലെയിൻ ഇസ് ലൊക്കേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് ജാപ്പനീസ് മൗണ്ടൻ ആർക്ക്. ഈ ഒരു പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത് ജാപ്പനീസ് മൗണ്ടൻ ആർക്കിന്റെ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഡ്രെയിൻഡ് ബൈ ദ റിവേഴ്സ് ലൈക്ക് നാക്ക, ടോൺ, സഗാമി എക്സെട്ര. Central Plain or Salisbury Plain. Salisbury Plain is one of the Great Britain's best known open spaces, consisting of a plateau-like area covering about 775 square kilometers in the country of Wiltshire, England. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു ഓപ്പൺ സ്പേസ് ആണ് സാലിസ്ബറി പ്ലെയിൻ എന്ന് പറയുന്നത്. ഒരു പ്ലേറ്റു ലൈക്ക് ഏരിയ ആണ്. ഇത് കവർ ചെയ്യുന്നത് 775 സ്ക്വയർ കിലോമീറ്റർ ആണ്. ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ വിൽഷയർ ആണ്.
The largely treeless tracts drain to the south by the river Avon and its tributaries is developed upon chalk. ഈ ഒരു പ്ലെയിൻ പ്രധാനമായിട്ടും ഫോം ചെയ്തിരിക്കുന്നത് ലൈംസ്റ്റോൺ ഫോർമേഷൻ അല്ലെങ്കിൽ ചോക്ക് ഫോർമേഷൻ്റെ മുകളിലാണ്. ഇവിടെ ഡ്രെയിൻ ചെയ്യുന്ന നദി എന്ന് പറയുന്നത് എവൺ നദിയാണ്. ഒപ്പം അതിന് ട്രിബ്യൂട്ടറീസും ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ട്രീലെസ് ആയിട്ടൊരു ട്രാക്റ്റാണ് സാലിസ്ബറി പ്ലെയിൻ എന്ന് പറയുന്നത്. സ്റ്റോൺഹെഞ്ച് ഈസ് ഫൗണ്ട് ഓൺ ദ സാലിസ്ബറി പ്ലെയിൻ, വിൽഷർ, ഇംഗ്ലണ്ട്. വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടൊരു സിവിലൈസേഷൻ്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സ്റ്റോൺഹെഞ്ച്. ഇത്തരത്തിലുള്ള സ്റ്റോൺഹെഞ്ച് സ്ഥിതി ചെയ്യുന്നത് ഈ സാലിസ്ബറി പ്ലെയിൻസിലാണ്. North European Plain. A plain in Europe mostly occupied by the northern Poland, the Federal Republic of Germany and Denmark. യൂറോപ്പിൽ തന്നെ പോളണ്ടും ജർമ്മനിയും ഡെൻമാർക്കും കൂടെ ആയിട്ട് കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു പ്ലെയിനാണ് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. The Central European Plain is bounded on the north by the North Sea and Baltic Sea and on the south by the mountains and the highlands of Argentinian Europe. ഇതിന്റെ നോർത്ത് ഭാഗത്തായിട്ട് നോർത്ത് സീയും ബാൾട്ടിക് സീയും കാണപ്പെടുന്നു. സൗത്തിലായിട്ട് ഹെർസീനിയൻ ഹൈലൻഡ്സ് ആണ് കാണപ്പെടുന്നത്. The plain is composed of primarily of limestone and sandstone and is covered by the glacial deposits. ഈ ഒരു പ്ലെയിനിൽ പ്രധാനമായിട്ടും കമ്പോസിഷൻ എന്ന് പറയുന്നത് ലൈംസ്റ്റോണും സാൻഡ്സ്റ്റോണുമാണ്. മാത്രമല്ല ഈ ഒരു ഏരിയ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്സ് കൊണ്ട് കവർ ചെയ്ത് കാണപ്പെടുന്നു. There is a dense network of rivers. The rivers mainly include Oder, Elbe, Weser, Rhine and other river basin, and the plain has also many glacial lakes. Plains of France or Paris Lowlands or Great Lowlands. ഫ്രാൻസിൽ കണ്ടുവരുന്ന പ്ലെയിൻസ് ആണ് പാരിസ് ലോലാൻഡ്സ് അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ദ ആർഡനസ്, ദ ഊസ്റ്റസ്, ദ മാസിവ് സെൻട്രൽ ആൻഡ് ദ മാസിവ് അർമോസിയൻ lie the sedimentary beds that make up the Paris Basin. പാരിസ് ബേസിന് ചുറ്റും കാണപ്പെടുന്ന റേഞ്ചസ് എന്ന് പറയുന്നത് ആർഡനസ് റേഞ്ചും ഓസ്റ്റസ് റേഞ്ചും മാസിവ് സെൻട്രലും ഒപ്പം തന്നെ മാസിവ് അർമോസെയിനുമാണ്. ഇതിൽ നിന്നുള്ള സെഡിമെന്ററി ബെഡ്സിലാണ് ഈ ഒരു പാരിസ് ബേസിൻ കണ്ടുവരുന്നത്. ദ സെൻട്രൽ പാരിസ് ബേസിൻ ഇസ് ഫിൽഡ് ബൈ റോക്സ് ഫ്രം ദ പാലിയോജീൻ ആൻഡ് നിയോജീൻ പീരീഡ്സ്, മോസ്റ്റ്ലി ലൈംസ്റ്റോൺ. ഈ ഒരു ബേസിൽ പ്രധാനമായും കണ്ടുവരുന്നത് നിയോജീൻ പീരീഡിലെയും പാലിയോജീൻ പീരീഡ്സിലെയും ലൈംസ്റ്റോൺ ഫോർമേഷൻസ് ആണ്. Plains of Hungary or Great Alfold or Hungarian Plain. A flat-footed lowland located in the southeastern Hungary, also extending in the eastern Croatia, northern Serbia and western Romania. വെസ്റ്റേൺ റൊമേനിയയും നോർത്തേൺ സെർബിയയും ഈസ്റ്റേൺ കൊറേഷ്യൻ ഭാഗങ്ങളിലും സൗത്ത് ഈസ്റ്റേൺ ഹംഗറിയുടെ ഭാഗങ്ങളിലും കണ്ടുവരുന്ന പ്ലെയിൻസിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഹംഗേറിയൻ പ്ലെയിൻസ്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ലോലാൻഡ് ആണ് ഹംഗേറിയൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് ആൻ ഏരിയ ഓഫ് 1 lakh square kilometer, ദാറ്റ് ഈസ് ഹാഫ് ദ ഏരിയ ഓഫ് ഹംഗറി. ഹംഗറിയുടെ ഏതാണ്ട് പകുതി ഭാഗം കവർ ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണ്. 1 lakh square kilometer ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് പ്ലെയിൻ ഇസ് മെയിൻലി ഡിവൈഡഡ് ഇൻ 2 regions. The region between the Danube River and its tributary, the Tisa, and the region east of Tisa. ഈ ഒരു പ്ലെയിൻസിനെ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഡാനൂബ് റിവറിനും ടിസ നദിക്കും ഇടയിലുള്ള പോർഷനാണ്. രണ്ടാമത്തെ റീജിയൻ എന്ന് പറയുന്നത് ടിസ നദിയുടെ ഈസ്റ്റ് ആയിട്ടുള്ള ഭാഗത്താണ്. ഇനി ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് സെറിൽസ് കൃഷി ചെയ്യുന്നുണ്ട്, ഫോഡർ ക്രോപ്സ് കൃഷി ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഒത്തിരി ലൈഫ് സ്റ്റോക്സും ഇവിടെ കണ്ടുവരുന്നുണ്ട്. Plain of Lombardy, a part of the Po Basin in Lombardy in northern Italy. നോർത്തേൺ ഇറ്റലിയിലെ പോ ബേസിനിലെ ലംബാർഡിയുടെ ഒരു പാർട്ടാണ് പ്ലെയിൻ ഓഫ് ലംബാർഡി എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഹാസ് ആൻ എലിവേഷൻ റേഞ്ചസ് ഫ്രം 300 to 400 meter at the foot of the Alps to 20 to 50 meter in the Po River Valley. ഇതിന്റെ ഹൈറ്റ് വേരി ചെയ്യുന്നത് ആൽപ്സിൻ്റെ ഫൂട്ടിൽ 300 മുതൽ 400 മീറ്റർ വരെയാണ് സീ ലെവലിന് മുകളിൽ. അതേസമയം പോ റിവർ വാലിയുടെ ഭാഗങ്ങളിൽ 20 മുതൽ 50 മീറ്റർ മാത്രമേ ഉള്ളൂ. The Lombardy plain is composed primarily of river alluvium and sediments from the melt water of ancient glaciers. പ്രധാനമായിട്ടും 2 ഏജൻസ് ഓഫ് ഇറോഷന്റെ ഫലമായിട്ടാണ് ലംബാർഡി പ്ലെയിൻ ഫോം ചെയ്തിട്ടുള്ളത്. ഒന്ന് റിവർ അലൂവിയത്തിന്റെ ഡെപ്പോസിഷൻ കൊണ്ടും രണ്ടാമത് ഏഷ്യൻ ഗ്ലേഷ്യേഴ്സിന്റെ മെൽറ്റ് വാട്ടറിന്റെ സെഡിമെന്റ്സ് കൊണ്ടും. Settlements, fields and orchards cover a significant area. ഈ ഒരു പ്ലെയിനിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്തിരിക്കുന്നത് സെറ്റിൽമെന്റ്സും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫീൽഡ്സും ഓർച്ചാർഡ്സുമാണ്. ആൻഡ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ ദിസ് പ്ലെയിൻ ഇസ് മിലാൻ. Wallachian or Romanian plain. The Romanian plain is located in the southern Romania and the easternmost tip of Serbia, where it is known as Wallachian plain. റൊമാനിയൻ പ്ലെയിൻ പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത് സദൺ റൊമേനിയയിലാണ്. ഇതിൻ്റെ ഈസ്റ്റേൺ മോസ്റ്റ് ഭാഗം സ്ഥിതി ചെയ്യുന്നത് സെർബിയയിലാണ്. അവിടെ അതിനറിയപ്പെടുന്നത് വലാച്ചിയൻ പ്ലെയിൻ എന്നാണ്.
It is bordered by the Danube River in the east, south and west and by the Celtic Plateau in the north. ഇതിൽ പ്രധാനമായും കവർ ചെയ്യുന്നത് നോർത്തേൺ ഭാഗത്ത് ഗെറ്റിക് പ്ലേറ്റുവും ഈസ്റ്റിലും സൗത്തിലും വെസ്റ്റിലും ഡാനൂബ് നദിയുമാണ്. Bucharest, the capital of Romania, is located in the central part of the Romanian plain. Romanian plain's central ഭാഗത്താണ് റൊമാനിയയുടെ ക്യാപിറ്റലായ ബച്ചറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. This area also sometimes referred to as Danubian plain because the Danube flows through a number of plains along its course. ഈ ഒരു റൊമാനിയൻ പ്ലെയിന് ഡാനൂബിയൻ പ്ലെയിൻ എന്നും അറിയപ്പെടാറുണ്ട്. കാരണം ഡാനൂബ് നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും ഏറ്റവും കൂടുതൽ ഫ്ലോ ചെയ്യുന്ന ഒരു പ്ലെയിൻ കൂടിയാണിത്. അതുകൊണ്ട് അതിനെ ഡാനൂബിയൻ പ്ലെയിൻ എന്നും അറിയപ്പെടുന്നു. Serengeti Plains. Among African plains, the Serengeti is the most well known. ആഫ്രിക്കയുടെ സവന്ന റീജിയൻ പ്ലെയിൻസിലെ ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് സെറഗറ്റി പ്ലെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെരി വാസ്റ്റ് undulating plain that stretches about 30,000 square kilometers from Kenya's Masai Mara Game Reserve to the Tanzania's Serengeti National Park. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 30,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള അൺഡുലേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലെയിൻ ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കെനിയയിലെ മാസായ് മാറ ഗെയിം റിസർവ് മുതൽ ടാൻസാനിയയിലെ സെറഗറ്റി നാഷണൽ പാർക്ക് വരെയുള്ള ഏരിയയിലാണ്. The Serengeti is the home to one of the continent's highest concentration of large mammal species including lions, hyena, zebra, giraffe and elephants. ആഫ്രിക്കയിലെ തന്നെ ലാർജ് മാമൽ സ്പീഷീസ് ആയിട്ടുള്ള ലയൺസും ഹൈനാസും സീബ്രാസും ജിറാഫും എലിഫൻറ്റും ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്ലെയിൻ റീജിയൻ കൂടിയാണ് സെറഗറ്റി പ്ലെയിൻസ്. ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് അമേരിക്ക. The Great Plains, also called Great American Desert, is a major physiographic province of Northern America. നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫിസിയോഗ്രാഫിക് ഡിവിഷനാണ് ഗ്രേറ്റ് അമേരിക്കൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് പ്ലെയിൻസ് എന്നറിയപ്പെടുന്നത്. It is formed by the sediment deposition of the rivers from the Rockies and Appalachian. ഈ ഒരു പ്ലെയിൻ പ്രധാനമായിട്ടും ഫോം ചെയ്തിട്ടുള്ളത് റോക്കീസ് മൗണ്ടൻസിൽ നിന്നും അപ്പലാച്ചിയൻ മൗണ്ടൻസിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന റിവേഴ്സിൻ്റെ സെഡിമെന്റ് ഡെപ്പോസിഷൻ കൊണ്ടാണ്. The Great Plains lie between the Rio Grande in the south and the delta of the Mackenzie River at the Arctic Ocean in the north and between the interior lowland and the Canadian Shield on the east and the Rocky Mountains on the west. ഗ്രേറ്റ് പ്ലെയിൻസ് പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത് റയോ ഗ്രാൻഡേയ്ക്കും അതുപോലെ തന്നെ മെക്കൻസി ഡെൽറ്റയ്ക്കും ഒപ്പം തന്നെ ഇൻറ്റീരിയർ റോലാൻഡ്സിനും കനേഡിയൻ ഷീൽഡിനും റോക്കി മൗണ്ടൻസിനും ഇടയിലാണ്. ഈ ഒരു പ്ലെയിൻസിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4,800 കിലോമീറ്റർ ആണ്. ഇത് രണ്ട് രാജ്യങ്ങളായിട്ട് USA-ലും കാനഡയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. Pampas of Argentina. It is otherwise called Pampa or Spanish La Pampa. It is a vast plain extending westward across the central Argentina from the Atlantic coast to the Andean foothills, bounded by the Gran Chacho and Patagonia in the south. പാമ്പസ് അല്ലെങ്കിൽ പാമ്പ അല്ലെങ്കിൽ സ്പാനിഷ് ലാ പാമ്പ എന്ന് പറയുന്നത് സെൻട്രൽ അർജന്റീന കവർ ചെയ്യുന്ന ഒരു വാസ്റ്റ് പ്ലെയിൻ ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അറ്റ്ലാന്റിക് കോസ്റ്റ് മുതൽ ആൻഡിയൻ ഫുഡ് ഹിൽസ് ആണ്. ഈ ഒരു പ്ലെയിനെ ബൗണ്ട് ചെയ്ത് കാണപ്പെടുന്നത് നോർത്തിൽ ഗ്രാൻ ചാക്കോയും ഒപ്പം തന്നെ സൗത്തിൽ പാറ്റഗോണിയനുമാണ്. The Argentinian Pampas covers an area of approximately 760,000 square kilometers and is divided into two distinct zones. Argentinian Pampas എന്ന് പറയുന്നത് കവർ ചെയ്യുന്ന ഏരിയ 7,60,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഇതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ സോണും രണ്ടാമത്തത് ഹ്യൂമിഡ് സോണും. ഡ്രൈ സോൺ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ ഭാഗത്താണ്. ഇതിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലാ പാമ്പ പ്രോവിൻസും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ബാരൻ ആയിട്ടുള്ള സലൈൻ റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ്. ബ്രാക്കിഷ് സ്ട്രീംസും സാൻഡി ഡെസേർട്സുമാണ് ഇവിടെ കണ്ടുവരുന്നത്. ഇനി ഈസ്റ്റേൺ ഭാഗത്ത് ഹ്യൂമിഡ് സോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൊരു ചെറിയ ഏരിയ ബ്യൂണസ് എയറിസ് പ്രോവിൻസ് കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ടെമ്പറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണുള്ളത്. വെൽ വാട്ടേർഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നേഷൻ്റെ തന്നെ ഏറ്റവും എക്കണോമിക് ഹാർട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ്. മാത്രമല്ല അർജന്റീനയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ് ഈ ഹ്യൂമിഡ് സോൺ. Llanos, it is the word derived from the Spanish word which means plains. It is a wide grassland stretching across the northern South America, occupying western Venezuela and northeastern Colombia. ലയനോസ് പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിലെ നോർത്തേൺ ഭാഗത്തും ഒപ്പം തന്നെ വെസ്റ്റേൺ വെനിസുലയും നോർത്ത് ഈസ്റ്റേൺ കൊളംബിയൻ ഭാഗങ്ങളുമാണ്. The Llanos cover an area of about 507,000 square kilometers and is delimited by the Andes Mountain to the north and west
and the Guavira River and the Amazon Basin to the south, and the lower Orinoco River and Guiana Highlands to the east. ഇത് ചുറ്റപ്പെട്ട് കാണപ്പെടുന്നത് ആൻഡീസ് മൗണ്ടൻസിനും ഗുവാവിറ റിവറിനും ആമസോൺ റിവർ ബേസിനും അതുപോലെ ഒർണോക്കോ റിവറിനും ഗുവാന ഹൈലാൻഡ്സിനും ഇടയിലാണ്. The Llanos are drained by the Orinoco and its western tributaries including Guare, Meta and Appur rivers. Gran Chaco Plain, it is a lowland alluvial plain in the interior of South Central South America. സൗത്ത് സെൻട്രൽ സൗത്ത് അമേരിക്കയുടെ ഇൻറ്റീരിയർ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ലോലാൻഡ് അലുവിയൽ പ്ലെയിൻ ആണ് ഗ്രാൻഡ് ചാക്കോ പ്ലെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ നെയിം ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ക്വെച്വ ലാംഗ്വേജ് മീനിങ് ഹണ്ടിങ് ലാൻഡ്. ക്വെച്വ ലാംഗ്വേജിൽ നിന്നാണ് ഈ ഒരു പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അർത്ഥം എന്ന് പറയുന്നത് ഹണ്ടിങ് ലാൻഡ് എന്നാണ്. ഇറ്റ് ഈസ് എ ലാർജ്ലി അൺഇൻഹാബിറ്റഡ് പ്ലെയിൻ ബിക്കോസ് ഓഫ് ഇസ് എർത്ത് സബ്ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഈ ഒരു ഭാഗത്ത് ആൾതാമസം വളരെ കുറവാണ്. കാരണം ഈ ഗ്രാൻഡ് ചാക്കോ പ്ലെയിൻ എന്ന് പറയുന്നത് എർത്ത് സബ്ട്രോപ്പിക്കൽ റീജിയൻ ആണ്. ഇറ്റ് ഇസ് ബൗണ്ടഡ് ഓൺ ദ വെസ്റ്റ് ബൈ ദ ആൻഡീസ് മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഓൺ ഈസ്റ്റ് ബൈ ദ പരാഗ്വേ ആൻഡ് പരാന റിവേഴ്സ്. ഈ ഒരു പ്ലെയിൻ്റെ വെസ്റ്റ് ഭാഗത്തായിട്ട് ആൻഡീസ് മൗണ്ടൻ റേഞ്ചും ഈസ്റ്റേൺ ഭാഗത്തായിട്ട് പരാഗ്വേയും പരാന റിവേഴ്സും സ്ഥിതി ചെയ്യുന്നു. ENTRE RIOS. It is located between the two rivers, the Parana in the west and Uruguay in the east, the latter of which forms the Uruguayan border. The province name means between rivers. ENTRE RIOS എന്ന് പറയുന്ന പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത് രണ്ട് നദിയുടെ ഇടയ്ക്കാണ്. പരാന നദിക്കും ഉറുഗ്വായ് നദിക്കും ഇടയിലാണ്. ഈ ഒരു പ്രോവിൻസിൻ്റെ പേരിൻ്റെ മീനിങ് തന്നെ ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ്. ENTRE RIOS is the southern part of the region, sometimes called the Argentinian Mesopotamia. ഈ ഒരു ഭാഗത്തിന് അർജന്റീനൻ മെസപ്പൊട്ടോമിയ എന്നും വിളിക്കാറുണ്ട്. കാരണം രണ്ട് നദികളുടെ ഇടയിലാണ് ഈ ഒരു പ്രദേശം കണ്ടുവരുന്നത്. It occupies an undulating plain that is interrupted in the north and along its eastern and western margins by the forest hilly ridges. ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അണ്ടുലേറ്റിംഗ് ആയിട്ടൊരു പ്ലെയിൻ ആണ്. മാത്രമല്ല ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ മാർജിൻസിലും ഫോറസ്റ്റും ഹില്ലി റിഡ്ജസും കണ്ടുവരുന്നുണ്ട്. സൗത്ത് അമേരിക്കൻ പ്ലെയിൻസ് കാണിച്ചേക്കുന്ന ഒരു ഫിസിക്കൽ മാപ്പാണ്. ഇവിടെ ലയാനോസ് കാണാൻ സാധിക്കും, പാറ്റഗോണിയ കാണാൻ സാധിക്കും, ഗ്രാൻഡ് ചാക്കോ കാണാൻ സാധിക്കും, പാമ്പസ് കാണാൻ സാധിക്കുന്നുണ്ട്. Nullarbor Plain. The Nullarbor Plain is a vast limestone plateau. It extends from westward for roughly 650 km from the Uldia in South Australia into Western Australia and northward from the Great Australian Bight 400 km to the Great Victorian Desert. Nullarbor Plain എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് ലൈംസ്റ്റോൺ പ്ലേറ്റു ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെയുള്ള ഭാഗത്ത് 680 കിലോമീറ്ററും നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള ഭാഗത്ത് 400 കിലോമീറ്ററുമാണ്. അതിൻ്റെ വെസ്റ്റ് ടു ഈസ്റ്റ് എക്സ്റ്റൻഷനിൽ കണ്ടുവരുന്നത് ഉലേഡിയയും അതുപോലെ തന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഭാഗമാണ്. നോർത്ത് ടു സൗത്തിൽ വരുമ്പോഴത്തേക്കും ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ബൈറ്റും ഒപ്പം തന്നെ ഗ്രേറ്റ് വിക്ടോറിയൻ ഡെസേർട്ടിനും ഇടയിലാണ് കണ്ടുവരുന്നത്. The plain has many limestone caves including Kunalda Cave, an important archaeological site. And the name Nullarbor is derived from the Latin word nullus umbros, which means no tree. ഈ ഒരു പ്ലെയിനിൽ സ്ഥിതി ചെയ്യുന്ന ഒത്തിരി ലൈംസ്റ്റോൺ കേവ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കൂർനാട കേവ് എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് കൂടെയാണ്. ഇനി ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തത് ലാറ്റിൻ വേർഡായ നള്ളസ് അർബോറിൽ നിന്നാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് ട്രീ ഇല്ലാത്ത പ്രദേശം എന്നാണ്. ആ റൈറ്റ് സൈഡിൽ ആ ഒരു ഇമേജ് കാണുമ്പോൾ നമുക്കറിയാം അവിടെ ട്രീസ് ഒന്നും തന്നെ കാണുന്നില്ല. Canterbury Plains. It is a plain located mainly on the east central southern island New Zealand. ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിൽ ന്യൂസിലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന പ്ലെയിൻസ് ആണ് കാറ്റർബറി പ്ലെയിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്ലെയിൻ ബോർഡേഴ്സ് ദ പസഫിക് ഓഷ്യൻ. The rivers mainly flowing through this plain include Rangitata, Rakaya, Wamakariri, that is flowing from the Southern Alps. Southern Alps നിന്ന് ഉത്ഭവിക്കുന്ന നദികളായിട്ടുള്ള റത്തിറ്റാറ്റയും റക്കായും വൈമകരിരിയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്ലെയിനിൽ കൂടെ ഒഴുകുന്നത്. The plain is the largest low-lying farm district of New Zealand, well suited to the mechanized agriculture for grain, pasture seed and fodder crops. ഈ ഒരു പ്ലെയിൻ്റെ പ്രത്യേകത വളരെ ലോലാൻഡ് ആയതുകൊണ്ട് തന്നെ മെക്കനൈസ്ഡ് അഗ്രികൾച്ചർ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. പ്രധാനമായിട്ടും റേസ് ചെയ്യുന്നത് ഗ്രെയിനും ഫ്രോഡർ ക്രോപ്സും ഒപ്പം തന്നെ പാസ്റ്റർ സീഡ്സുമാണ്. Finally, the economic significance of plain. First one is fertile soil. പ്ലെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ഫെർട്ടൈൽ സോയിൽ കണ്ടുവരുന്ന ഒരു പ്രദേശമാണ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. കൂടുതലും നദികളാണ് അവിടെ ഡെപ്പോസിറ്റ്സ് കൊണ്ട് ഇടുന്നത്. ഇറിഗേഷൻ ഏറ്റവും കൂടുതൽ സഹായമായിട്ടുള്ള പ്രദേശവും പ്ലെയിൻസ് ആണ്. മാത്രമല്ല പ്ലെയിൻ റീജിയൻസിനെയാണ് വേൾഡിൻ്റെ ഫുഡ് ബാസ്ക്കറ്റ് എന്ന് അറിയപ്പെടുന്നത്. The growth of industries.
മറ്റൊരു പ്രത്യേകത ഏറ്റവും കൂടുതൽ മിനറൽ റിസോഴ്സസും അഗ്രികൾച്ചർ റിസോഴ്സസും ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസും കണ്ടുവരുന്ന ഒരു പ്രദേശം കൂടിയാണ് പ്ലെയിൻ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നതും ഒപ്പം തന്നെ പോപ്പുലേഷൻ വളരെ കൂടുതലും ഇഷ്ടംപോലെ ലേബർ കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ്, ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് പ്ലെയിൻ ഏരിയ. എക്സ്പാൻഷൻ ഓഫ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, വളരെ ഫ്ലാറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ റോഡ് കൺസ്ട്രക്ഷനും എയർപോർട്ട് കൺസ്ട്രക്ഷനും റെയിൽവേ ലൈൻ്റെ കൺസ്ട്രക്ഷനും ഈസി ആയിട്ട് പ്ലെയിൻ ഏരിയയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. സെൻറ്റേഴ്സ് ഓഫ് സിവിലൈസേഷൻ, വേൾഡിലെ മേജർ സിവിലൈസേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നദീതീരങ്ങൾ പ്രധാനമായിട്ടും പ്ലെയിൻ ഏരിയാസിലാണ്. സെറ്റിംഗ് അപ്പ് ഓഫ് സിറ്റീസ് ആൻഡ് ടൗൺസ്, നല്ല രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടും നല്ല രീതിയിലുള്ള അഗ്രികൾച്ചറും ഇൻഡസ്ട്രീസും ഒക്കെ ഉള്ളതുകൊണ്ടും തന്നെ ഈ ഒരു പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സിറ്റീസും ടൗൺസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദ മോസ്റ്റ് ഡെവലപ്ഡ് ട്രേഡ് സെൻറ്റേഴ്സ് ആൻഡ് പോർട്സ് ഓഫ് ദ വേൾഡ് ആർ ഫൗണ്ട് ഇൻ പ്ലെയിൻസ് ആൻഡ് ഓൺലി ആസ് മച്ച് ആസ് 80% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ലീവ്സ് ഹിയർ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സും പോർട്സും ലൊക്കേറ്റ് ചെയ്യുന്നത് പ്ലെയിൻസിലാണ്. മാത്രമല്ല വേൾഡ് പോപ്പുലേഷൻ 80% താമസിക്കുന്നതും പ്ലെയിൻ റീജിയൻസിലാണ്.